അപ്പൊ ഗൈസ് എന്റെ കൂട്ടുകാരനെ കൊന്നത് ഇവനാണ്. അല്ലേടാ അമ്മേ പേടിച്ചടാ പേടിച്ച് പോ. നമ്മളെങ്ങനെ അവര് നേരിട്ടാണാവോ? ഇതാ വന്നെ നമ്മൾ നേരിട്ട് കണ്ട്. എങ്ങനാ ഓടാ അവൻ കുത്തിയിട്ട് വെറുതെ വിടറാ. സോ ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോവാണ് ഹോണ്ടഡ് ഹൗസ്. സോ ഇതൊരു ഹൊറർ ഗെയിമാണ്. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഒറ്റക്കൊരു ഹൊറർ ഗെയിമായിട്ട് വന്നിരിക്കുവാണ്. ഓക്കെ, എന്നെ ഞാൻ പേടിച്ച് തോന്നുന്ന കാര്യത്തിൽ ഒരു കാര്യമായി. ആഹാ, തുടക്കം തന്നെ നമുക്ക് പംകിനൊക്കെ കാണിച്ചാണല്ലോ തുടക്കം. വീട്ടിലാണ് ഗൈസ് നമ്മളിപ്പോൾ. നമുക്കെന്തോ ഇൻവിറ്റേഷൻ കിട്ടി, അതിനായിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഇവരുടെ മറ്റേ ദിവസമാണ് എന്താ പറയുന്നേ, ഓരോ പ്രയത്തിന് കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് വന്നിട്ട് മിഠായിക്കാൻ മതില്ലേ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഓക്കെ, അവൻ വണ്ടിയും കൊണ്ട് എങ്ങോട്ടോ പോയി. എന്തായാലും ചാവുന്നായിരിക്കും ഉറപ്പായി. ഓ, കാറിനായിട്ട് ഒടിഞ്ഞും കേട്ടാ. എടാ മര്യാദ ഓടിക്കാടാ. ഓ, കൂട്ടുകാരായിട്ടാ വന്നാലേ. ഓക്കെ, അങ്ങനെ എത്തി ഹോണ്ടഡ് ഹൗസ്. എടാ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാ ഹോണ്ടഡ് ഹൗസ്. അങ്ങോട്ട് എന്തിനാടാ പോകുന്നേ? ഇവർക്ക് ചാവുള്ള ബോധ്യമാണ്. ഓക്കെ, ഗെയിം സ്റ്റാർട്ടായി. വെൽക്കം. ഓക്കെ, പ്ലേ കൊടുക്കാം. സിംഗിൾ പ്ലെയർ. നമ്മുടെ ക്യാരക്ടർ ഒരുത്തനെ തരത്തുള്ളു. കസ്റ്റമൈസേഷൻ. തൊപ്പികൾ മാത്രമേ ഉള്ളൂ ഫ്രീ. തൊപ്പി മാത്രമേ ഉള്ളൂ ഗൈസ് ഫ്രീ. പ്ലേ കൊടുക്കാം. ഓക്കെ, കറങ്ങുന്നുണ്ട് ഗൈസ്, കറങ്ങി. ഓക്കെ, മീൻ്റെ സ്റ്റോറി ലൈനോ അതോ ബാക്കിയോ? അവിടെ കാറിൻ്റെ അകത്ത് 4 പേരുണ്ടായിരുന്നല്ലോ. 4 പേരിരിക്കുന്ന കാറിൽ എങ്ങനെയാടാ ഇപ്പൊ 2 പേരായേ? അപ്പൊ 4 പേര് എവിടെ ഇരുന്നേ? നമുക്ക് ഗെയിമിൽ ലോജിക്കിലോട്ട് കിടക്കണം, നമുക്ക് നേരെ കളിച്ചാൽ പോരെ. നമുക്ക് ഇങ്ങോട്ട് പോകാനെന്ന് തോന്നുന്നു. ഇവിടെ വല്ലതും എന്തായാലും ഉണ്ടാ? എന്തിനാടെ ഈ വീട്ടിലല്ലേ നമ്മൾ വന്ന്. വെൽക്കം. 2 നില വീടാടാ. നൈസ് ഹോം, ഐ ലൈക്ക് ഇറ്റ്. തുറക്കടാ വീട്. നമ്മൾ വീട്ടിൻ്റെ അകത്ത് കയറി. ലോക്കായി. നൈസടാ. ചത്ത് എന്ത് ഇവിടെ? പാവക്കുട്ടി. എടാ പാവക്കുട്ടി, നീ ഇങ്ങനെ ഇരിക്കണേ. പാവക്കുട്ടിയൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ഹലോ ഡേ അങ്ങനെ കണ്ടല്ലേ അതിൻ്റെ പേര്. ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. നമുക്കിതിനകത്ത് എങ്ങനെ വിളിക്കാനൊക്കെ പറ്റും. ഹലോവിൻ. ഹലോവിൻ ആ സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പേര് ഓർമ്മ വന്ന്. വാട്ട് ദ ഹെക്ക് ബ്രോ. എടാ കാര്യം കൈ മുറിച്ചിട്ടിരിക്കുന്നത് എൻ്റെ കൂട്ടുകാരന്മാരാണ്. ഇനി ചിലവന്മാർ 3 ഫസ്റ്റ് പോയി കാണും, എന്നിട്ട് ഇവിടെ വെട്ടിയിട്ട് കാണും. അല്ല, എൻ്റെ കൂട്ടുകാർക്ക് അപ്പഴ് 2 കൈ 2 കാലും അല്ലേ. ഇതിഷ്ടം പോലെ കാലും കൈയും കിടപ്പുണ്ട്. തോന്നുന്നു പച്ച കളറിലെ സ്പ്രേയോ, ഹൽക്കിൻ്റെ സ്പ്രേ ആണോടാ ഇനി? ഈ ഡോർ തുറയത്തില്ല. ഹൽക്കിൻ്റെ സ്പ്രേ ഗൈസ്. വേറെ വല്ല വഴി ഇങ്ങോട്ടാണെങ്കിൽ ടേപ്പ് എടുത്തേക്കാം. ക്യാമറ കിട്ടി, നമുക്ക് ബ്ലോഗ് ചെയ്താലോ. അപ്പം എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ വീണ്ടും വന്നിരിക്കണം നമ്മുടെ പുതിയ ബ്ലോഗുമായിട്ട്. അപ്പം ഞാനാരെന്ന് വെച്ചാൽ ഞാൻ MC ആണ്. അപ്പം ഇന്നത് നമ്മുടെ ബ്ലോഗിൽ നിന്ന് ഞാൻ വന്നൊരു വീട്ടിലാണ്. എൻ്റെ കൂട്ടുകാരന്മാരുമായിട്ട് ഹലോവിൻ ഡേ ആയതുകൊണ്ട് വീട്ടിൽ വന്നതാണ് ഗൈസ്. ബട്ട് എൻ്റെ കൂട്ടുകാരന്മാരെല്ലാം കൊന്നു കളഞ്ഞു. അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ നിരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. ആരെൻ്റെ കൂട്ടുകാരെ കൊന്നെന്ന് എനിക്കറിയണ്ടേ. അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ക്യാൻഡില് ഇതെടുക്കാൻ പറ്റുമോ? ഇതെടുക്കാമല്ലോ. ഇത് നമുക്ക് എടുക്കണമെങ്കിൽ ഐ നീഡ് ലൈറ്റ്. കത്തിക്കാം. അങ്ങനെ കത്തിക്കാൻ വേണ്ടി ഇതിങ്ങോട്ടുള്ള വഴി. ഇവിടെ എന്താ വഴി ഉണ്ടല്ലോ. എവിടെയാ? ഇത് വലിക്കണം. ആനിമേഷനെ കൊണ്ടുവരാ. ഇതാ. അപ്പോൾ ഗൈസ് എൻ്റെ കൂട്ടുകാരനെ കൊന്നത് ഇവനാണ്. ഈ കാണുന്ന ജോക്കറാണ്. സീനില്ലേ? ഹൈ മാജിക് ആണ് മെജീഷ്യൻ. റെക്കോർഡിങ് ഗൈസ്, ഇത് കാണിക്കണം എനിക്ക്. റെക്കോർഡിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയില്ല ഞാൻ എന്തിനാ റെക്കോർഡ് ചെയ്തെന്ന്. നാളെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വഴി തുറന്നിട്ടുണ്ട് ഗൈസ്. വഴി തുറന്ന് ഇനി എങ്ങോട്ടാ? ഇവിടെ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ആരും നിൽക്കുന്ന പോലെ ട്രൈ ഈ ഹോൾ കണ്ടിട്ട് ഇടയ്ക്കെനിക്ക് ഭയങ്കര തോന്നല കേട്ടാ. ഈ ഗേറ്റ് പറയൂ ഇല്ല. ഇങ്ങോട്ട് എന്താ വഴിയുണ്ട്. അങ്ങോട്ടൊരു വഴിയില്ല.
ഫ്യൂൾ ടാങ്ക് കിട്ടി. ബട്ട് ഫ്യൂൾ ടാങ്ക് എടുക്കാൻ സ്ഥലമില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് മെഴുകുതിരി ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇട്ടേക്കാം. എന്നിട്ട് ഈ ഫ്യൂൾ ടാങ്ക് എടുക്കാം. ഇവിടെ ഇഷ്ടം പോലെ വഴിയുണ്ട്. ഈ ടാങ്ക് എന്തിനാണ്? അതേപോലെ ഈ ഫ്യൂൾ ടാങ്ക് കള്ളത്ത് വേണ്ടി തീയണം. അവിടെ നിന്ന് വരുന്നടാ അവൻ. സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ്. അവൻ അങ്ങോട്ടാ പോയേ. അങ്ങോട്ട് പോയി അല്ലേ? അങ്ങോട്ടല്ലേ പോയെ? എന്ത് ചിരിയാടാ അവൻ്റെ? എന്നെക്കാട്ടി മോശം ചിരി. പൈസ എവിടെയാ പോയ ചെക്കൻ? എവിടെയെങ്കിലും പോട്ടാ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയില്ല. നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും അറിയാൻ പറ്റും. ഇങ്ങോട്ട് പോവാ. ഇവിടെ ഒരു വഴി ഉണ്ടറാ. നോ പവർ. പവർ ചെയ്യാൻ നമുക്ക് പവറിന് വേണ്ടി എന്തെങ്കിലും വേണം. അവൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. വരുന്നുണ്ടേ. അവൻ നടന്നിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ടാ. അവൻ ഇങ്ങോട്ട് എടുത്തില്ലേ? സേഫ് ആണോ ഇത്? സേഫ് സോൺ ആണോ? തിരിച്ചു പോയവൻ. തുടർന്ന് തിരിച്ചു പോയാ? വീണ്ടും ഫ്യൂൾ ടാങ്ക്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഡോറ് ലോക്കാ. ഇതെന്തോന്ന് വഴി? ഇത് ഞാൻ തുറന്നേ. ഓ, അവിടുത്തെ ഗേറ്റ് തുറന്നു. ഇപ്പൊ നമുക്ക് അതിനെ വഴി ഇങ്ങോട്ടല്ലേ? ഓക്കെ. അവനിപ്പോൾ ഇങ്ങോട്ട് വരും കണ്ടോ. അവൻ ഇങ്ങോട്ട് വന്നില്ല. അവനവിടെ പോയി. ഇങ്ങോട്ടൊരു വഴിയുണ്ട്. ഓ, ഇവിടം വരെ ഉള്ള വഴി തീർന്ന്. ഓ, വീണ്ടും ഈ മെഴുകുതിരി നടിക്കാനാണ് മെഴുകുതിരി വെച്ച്. ഇവിടെ മെഴുകുതിരി ഉണ്ട്. ലെവനാണ് പോയടാ. സൗണ്ട് കേൾക്കുന്നുണ്ടോ അവൻ്റെ? അവൻ അടുത്തുണ്ട്. ഫുഡ് സ്റ്റെപ്പിന് സൗണ്ട്. തേങ്ങി രണ്ട് സ്ഥലത്തും സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇങ്ങോട്ട് പോകണം. അല്ലാഹുവേ കാത്തോണവേ, ഞാൻ നല്ല കൊച്ചാണ്. ഈ ഡോർ നല്ല തുറന്നു നടക്കുന്നേ. ഇവിടെ ഉണ്ടാ? ഈ ഡോർ തുറന്നു നടക്കുന്നു. ഓ, ഇങ്ങോട്ടൊരു വഴി ഉണ്ടാ. ഓ, അടുത്ത ജനറേറ്റർ. എനിക്ക് തോന്നുന്നു ഈ പെട്രോൾ എടുത്ത് ഈ ജനറേറ്ററിൻ്റെ അകത്ത് ഒഴിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അങ്ങനെ ആളി പുതിയ ഊത്ത്. ഈ കുന്തറാണ്ടോ എന്തുവാ? പിന്നെ ഇതേ ഈ കിടക്കുന്നത് ഇതേ ലൈറ്റർ. ഇത് ലൈറ്റർ അല്ലേ? ലൈറ്ററാ. നമുക്ക് എന്തെങ്കിലും കളയേണ്ടി വരും. ഒരു കാര്യം ചെയ്യും, ക്യാമറ കളയാം തൽക്കാലം. എന്നിട്ട് ഈ ഊത്ത് കിടക്കുന്ന സാധനം എടുക്കാം. ഇതെന്തുവാ സംഭവം? ഓസി. ഇതെന്തോ ഉപകാരപ്പെടും കേട്ടാ. എന്തായാലും ഇപ്പം ക്യാമറ ഇവിടെ വെക്കും. ഇപ്പം എനിക്ക് ക്യാമറയുടെ ആവശ്യമില്ല. ഇതേപോലത്തെ ഇനിയും കാണുമോ? അതായത് ലാസ്റ്റാണോ? അല്ല, ഇതേപോലത്തെ കുറേ സാധനം അവിടെ ഉണ്ടായിരുന്നല്ലോ. അവൻ ഇവിടെ ഉണ്ടാ? അവൻ ചത്താടാ. ഞൂബ് ചത്ത്. കൈസ് അവനല്ലേ ആ വരുന്നേ? അല്ല, സൈഡിലല്ലേ പെട്രോൾ ഒഴിക്കാൻ? അല്ല, മറ്റേ സംഭവം നോക്കണം. അവൻ ഇങ്ങോട്ടാ വരുന്ന കൈസ്. നമ്മളെങ്ങനെ അവന് നേരിട്ടാണോ പോ? ഇതവൻ തന്നെ. നമ്മൾ നേരിട്ട് കണ്ട്. എങ്ങനാ ഓടാ? അവൻ കുത്തിയിട്ട് വെറുതെ വിടറാ. പൊട്ടൻ മണ്ടൻ കഴുത. അവനെങ്ങനെയാടാ കണ്ടുപിടിച്ചേ? ഓടിക്കോ.
അവനെങ്ങനെയാ കണ്ടുപിടിച്ചെന്നെ? അയ്യോ എടാ അവൻ എന്താ കാഴ്ച വലിച്ചിറക്കിട്ട് പോക്കിയോ വയ്യോ. ഞാൻ ഒന്നും ചെയ്യുന്നില്ല, നിന്നെ വെറുതെ വിട്ട്. എന്തുകൂടെ വെറുതെ വിട്ടു വാടാ. അവൻ ഇങ്ങോട്ട് വരത്തില്ല. ഞാൻ എന്തായാലും അടയ്ക്കുക. എന്തോ ഇത് വെച്ച് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുമോ? ഈ ഇത് വെച്ച് ഓ എടാ ആ പൈപ്പ് ഇങ്ങനെ എടാ കുടിക്കാവൻ. ഓക്കെ ഇങ്ങനെ അവൻ അതെടുത്തു. ഓക്കെ എടുത്തിട്ട് ആ പെട്രോൾ ക്യാനോടെ കൂടെ കളഞ്ഞാ ഇല്ല അത് കിടക്കുന്നു. ആ ഇനി ഗ്യാസ് ഓയിലുണ്ട് ഇതിൻ്റെ അകത്ത്. ഇനി ആ ജനറേറ്റർ കൊണ്ടുപോയിക്കണ. ഇതിലും വഴി ഇങ്ങോട്ട് 2 വഴിയുണ്ട്, ഇങ്ങോട്ട് നോക്കാം. ഓ ഇവിടുത്തെ അടുത്ത ഗ്യാസ് ഓയിൽ മറ്റേതൊക്കെ ഉണ്ട്. ഒരു ജനറേറ്റർ ഒരു കാര്യം ചെയ്യും, ഇതിൻ്റെ അകത്തോട്ട് വയ്ക്കാം. 2 ലിറ്റർ വയ്ക്കണം, എൻ്റെ 3 ലിറ്റർ ഉണ്ട്. ഇരുന്നോട്ടാ. ആ 100 ലിറ്റർ ഉള്ളായിരുന്നു അത്. ഞാൻ അവിടുന്ന് 300 ഉണ്ടല്ലോ എടുത്ത്. എന്തൊക്കെയോ കണക്കൂട്ടുകൾ പ്രശ്നമുണ്ട്. നമുക്കിത് മുറിക്കാൻ നൈഫ് വേണം, നൈഫ്. ഓക്കെ ഇതേ ബാറ്ററി കിടപ്പുണ്ട്. ഒരെണ്ണം കൂടെ ഗ്യാസ് ഓയിൽ നമ്മളത് എടുത്ത് പകർത്തി വരുന്നു. നമുക്ക് ഇനി ഒരെണ്ണം കൂടെ വേണം. ഇങ്ങോട്ട് വഴിയുണ്ടല്ലോ. ഓ അടുത്ത രണ്ടാമത്തെ ഇവിടെ തന്നെ ഉണ്ടറാ. മെഡിക്കിറ്റ് അടിക്കണോ? ഇല്ലില്ല. അല്ലെ അവൻ നമ്മളെ കുത്തിയില്ല. അവൻ നമ്മളെ കുത്തിയില്ല, നമ്മളെ വെറുതെ ഇറക്കി വിടുമായിരുന്നു. പൊട്ടറെന്ന് വെച്ചാൽ ലോക പൊട്ടർ. എന്നെ ഇറക്കി വിട്ട് നീ വെക്കുവാടാ, ഞാൻ നിന്നെ ഒന്നും ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് ഇറക്കി വിട്ടേച്ച്. ഇവിടുന്ന് വീണ്ടും ഇതെടുക്കാം. ഓക്കെ ഇത് നമുക്ക് അവിടുത്തെ ജനറേറ്റർ കൊണ്ടുപോയിക്കാം. ഓക്കെ ഗ്യാസ് ഫ്യൂള് നമുക്ക് ഇനിയും ടാങ്ക് ഇങ്ങനെ തപ്പേണ്ടി വരും ഗൈസ്, എന്നാലേ നമുക്ക് നിറയ്ക്കാൻ പറ്റൂ. ഓടിച്ചോ. എനിക്കിതൊക്കെ എങ്ങനെ അറിയാമെന്നല്ലേ ഗൈസ്? ഞാൻ മുമ്പ് ഇതൊരു വട്ടം കളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ചെറുതായിട്ടൊക്കെ എനിക്കറിയാം. എൻ്റെ കൂട്ടുകാരന്മാരായിട്ട് മുമ്പ് ഒരു വട്ടം ഞാൻ കളിച്ചു, അതിൽ എസ്കേപ്പ് ആയിട്ടില്ല. അതിൻ്റെ ഓർമ്മ വെച്ച് ഏകദേശം ഒരു 2-3 വർഷം മുമ്പ് എങ്ങാണ്ടാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ മാസം, എനിക്ക് ഓർമ്മയില്ല കൃത്യമായിട്ട്. എന്തായാലും കളിച്ചിട്ടുണ്ട് ഇത്. ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. 200 ലിറ്റർ വെച്ചിട്ടുണ്ട് ഗൈസ് നമ്മളങ്ങനെ. മെഡിക്കിട്ട് ഓ നമ്മുടെ 3 എണ്ണം ഉണ്ട്, അതിൽ കൂടുതൽ എടുക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത്. ഇനി നമുക്കിത് ഓടിക്കണമെങ്കിൽ നൈഫ് വേണമെന്ന് പറയുന്നത്, അതും കൂടെ അങ്ങനെ ചെയ്യണം. നൈഫ് ഉണ്ടായിട്ട് നൈഫ് വേണം അല്ലേ? നൈഫ് നോക്കണമല്ലോടാ. തേഞ്ഞ് അള്ളാഹു എന്നെ കാണാല്ലേ. നോക്കണ്ട ഞാൻ ഇവിടെ ഇല്ല, പോയാടാ. കണ്ടില്ലടാ അവൻ, കണ്ടില്ല. കണ്ണുപൊട്ടൻ. അവൻ ആ ഡോറ് നോക്കുവരുത്. ചത്തൊന്ന് ചോദിച്ചടാ, കാര്യം അവൻ്റെ തൊട്ട് പോലില്ലല്ലേ ഏതാ. അവൻ അങ്ങോട്ട് പോയി, നമുക്ക് ഇങ്ങോട്ട് പോവാം. നൈഫ് വെക്കണം. ഇനി ഞാൻ നൈഫ് എവിടെ നിട്ടു? സ്പ്രേ പോടാ, അലിക്കിൻ്റെ സ്പ്രേ. നൈഫ് എവിടെ നിട്ടോടെ? ഇവിടെയാണ് നൈഫ്. ഐ നീഡ് നൈഫ്. ഇവിടെ അടുത്തൊരെണ്ണം കൂടെ ഉണ്ട്. ഇവിടെ വേറെല്ലോ ഉണ്ട്. ഇവിടെ സൗണ്ട് ഒക്കെ നോട്ടാ, പോയി നോക്കാം. ഇങ്ങോട്ട് പോകാൻ പറ്റൂലേ? അപ്പുറം വഴി വരണം. ഓക്കെ അപ്പുറം വഴി വരാം. നമ്മൾ തള്ളി അങ്ങോട്ട് നീക്കിയിട്ടുണ്ട് ഗേസ്. ലവൻ വരുവാണെങ്കിൽ നമുക്ക് ഇലം വഴി ഓടാലോ. അല്ലേടാ അമ്മേ പേടിച്ചടാ, പേടിച്ച് പൊട്ടത് പുറകെ തോന്നടാ. നീ ഇവിടെ എത്ര എത്തിയ? കുഴപ്പമില്ല. ആ ചെറിയ ഡാമേജിനെ കണ്ടതല്ലേ ഇതാ. കണ്ടില്ല. ഇടിച്ചടാ, അവൻ എന്നെ ഇടിച്ച്. ഓടിക്കല്ലേ, എനിക്ക് ഓട്ടമില്ല. ഉണ്ണി എന്നെ കൂടെ കൊണ്ടുപോടാ. അവൻ കുത്തി. ഇനി അടിക്കണം. ഫുൾ എടുത്തില്ല, ഹെൽത്ത് കാണിക്കത്തില്ല, അതാ വിഷയം. ഫുൾ ഇല്ലടാ വെച്ചാത്തി. തേങ്ങി
കുത്തിയടാ കുത്തി 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 ചത്തി അത്തി 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 ചത്തടാ. എൻ്റെ ലൂട്ടെല്ലാം പോയെന്ന് തോന്നുന്നു. ഇല്ല ഇവിടെ വിളിച്ചിരിക്കാം. അവൻ്റെ അവിടെയാ. നൈഫാണോ? അല്ല ബാറ്ററി. നൈഫ് കിട്ടി. നൈഫ് ഇതിലും വഴി വരുമേ, ഇതിലും വഴി പോവും. വേറെ എന്തെങ്കിലും കളയണം ഗൈസ്, എന്നാലേ നമുക്ക് മെഡിക്കറ്റ് കളയാൻ പറ്റൂല. കാര്യം അടിച്ചടിക്ക് മെഡിക്കറ്റ് അടിക്കണ്ടേ. നമുക്കിതെല്ലാം ഇവിടെ തുറന്നു വെക്കാം. ഇവിടെ ഒരെണ്ണമുണ്ടല്ലോ ഫ്യൂൾ ടാങ്ക്, തുറന്നു വെക്കാം. അതാവുമ്പോൾ നൈഫിൻ്റെ ഉപകാരം അപ്പം തന്നെ കഴിയും. ഇത് തുറക്കാമല്ലോ നൈഫ് ഉപയോഗിക്കുന്നത്. അത് തന്നെ. ഓക്കെ, ഇത് തുറന്നിട്ടുണ്ട്. ഇതിനകത്ത് എന്തോ വെക്കണം തോന്നുന്നു, എന്തായാലും ആവട്ടെ. അപ്പോൾ ഇതിനു വേണ്ടി ഇങ്ങനത്തെ ഉള്ള എല്ലാ സ്ഥലവും ഞാൻ തുറന്നു വെച്ചേക്കാം. നൈഫിൻ്റെ ഉപകാരം കഴിയും. ഓക്കെ, ഇത് നമ്മളങ്ങനെ തുറന്നിട്ടുണ്ട്. ഇനി അവിടെ പോകണം. അയ്യോ, കുത്തുടാ കുത്തു 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 കുത്തി 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 നെഞ്ചത്തിട്ട് കുത്തിയടാ. ലാസ്റ്റ് ചാൻസ് ആടാ ഇത്. എനിക്ക് തോന്നുന്നില്ല എനിക്ക് അവൻ്റെ എസ്കേപ്പ് ആവാൻ പറ്റുമെന്ന്. ആ ചെക്കനാണെങ്കിൽ കണ്ടുപിടിക്കുന്നുണ്ട്. ഇവിടെ നല്ല ഒരു വെട്ടം ഇതെല്ലാം ഞാൻ ഒന്ന് തുറന്നു കേട്ടാ. അതിനുശേഷം പിന്നെ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരത്തില്ല. ഇതേപോലെ അങ്ങോട്ട് തെക്കോട്ടും വടക്കോട്ടും ഇങ്ങനെ കറങ്ങേണ്ട ആവശ്യം വരൂല. ഇത് തുറക്കാനാണ് പാട്. വേറെ ഇവിടെ വല്ലതും ഉണ്ടാ? ഇവിടെ ഒന്നും ഇല്ല. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നോരായി മെയിൻ പൈൻ തീർക്കാം. അതായത് ക്യാനൊക്കെ അവിടെ. അപ്പം അങ്ങോട്ട് പോകണം. ഇവിടെ ഒന്നും ഉണ്ടായിരുന്നിട്ടാ. ഇത് പോയിട്ടുണ്ട്. ആ ചെക്കൻ അവിടെ തന്നെ ഇരിക്കും കേട്ടാ. പൗളാട്ടാ പൗള്. എന്തായാലും ഇവിടുന്ന് വല്ല ക്യാനിന് പെട്രോൾ എടുത്തിട്ട് അടുത്തുള്ളത് പോയിക്കൊണ്ട് നടക്കാം. അതാണ് അത്രയും നല്ലത്. അയ്യോ എടാ അറിയുമല്ലേ അവൻ. തീർന്നടാ. തേങ്ങി എന്നാന്നും ചെയ്യില്ലേ. ഞാൻ പാ പുറകെ വരളടാ ഉണ്ണി. രക്ഷോട്ട് വെടിക്കിട്ടടിച്ചോ. അവനെ അറിയാതിരിക്കുവോ? പെട്ടെന്ന് നോക്കോ. അവനിങ്ങോട്ട് ഓടിയിരുന്നുണ്ട്. ഇവിടെ ഇറങ്ങണം. ഇത് നിറയ്ക്കാം. മുഴുവൻ 4 ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും കുറച്ച് ഫ്യൂൾ ടാങ്ക്സ് ഒക്കെ തപ്പിപ്പിടിക്കാൻ നോക്കണം. ഫ്യൂസ്, ഇത് ഫ്യൂസാണോ? ഫ്യൂസ് പോലെ ഉണ്ടല്ലോ. ഫ്യൂസ്. എനിക്ക് തോന്നുന്നു ഈ ഫ്യൂസ് അതിൻ്റെ അകത്ത് വെക്കണ്ടേന്ന്. അങ്ങനെയാണോ? അത് തന്നെ. അപ്പോൾ ഇനിയും ഫ്യൂസ് വേണം. ഇനി ഒരെണ്ണം കൂടെ വേണം. ഒരു ഫ്യൂസും കൂടെ വേണം. ഇതെന്തോ ബാറ്ററിയാ? ഇത് മറ്റേ നമ്മുടെ ക്യാമറ ഇടാൻ വേണ്ടിയുള്ള ബാറ്ററി. അത് ലാസ്റ്റ് എടുക്കാം. ഒരെണ്ണം കൂടെ വേണം. ഞാൻ ഈ ഫ്യൂൾ ടാങ്ക് എടുക്കാൻ വന്നതാണ്. 11 അറിയും കേട്ടാ. ഇപ്പം അറിയും. ഞാൻ ഇതെടുത്തെന്ന് ഇപ്പം അറിയാവേ. കണ്ടോ, ഇപ്പോൾ ഓടി വരും. ഒളിച്ചിരിക്കണം. അല്ല, കണ്ട വഴി ഓടിയാൽ പോരെ. ഇല്ല, ഇറങ്ങിയിട്ടില്ല. അവൻ ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. പൊട്ടൻ. ഓക്കെ, ഞാൻ ഇതും കൊണ്ട് പോകുന്നത്. ഇവിടെ ഒരെണ്ണമുള്ളല്ലോ. ഈ ഒരു സൈഡിൽ നിന്ന് ഇറങ്ങി നിക്കടാ. ഇതെന്നാ കാണാൻ നിൽക്കാൻ തോന്നുന്നില്ല. ഓക്കെ, അങ്ങനെ ഇത് ഒഴിച്ചേക്കാം. നമുക്കുള്ള മെയിൻ ജോലി എന്ന് ഫസ്റ്റ് പറയുന്നത് തന്നെ ഫ്യൂസ് കണ്ടുപിടിക്കണം. ഫ്യൂസ് ഇത്രയ്ക്ക് ടൈം അവനും തരില്ല. അതെ, ഇത് ഇവിടെ വെച്ചാത്തിണ്ടാ. ഫ്യൂസ് കിട്ടി. വരുന്നില്ല. ഇവിടെ ഒന്നുമില്ല. വന്നു. ഓടിക്കോ. ഒരു ഫ്യൂസ് നമുക്ക് അങ്ങനെ കിട്ടി.
ഈ ഫ്യൂസ് നമുക്കിവിടെ കൊണ്ട് രണ്ടാമത്തെ ഫ്യൂസ് അങ്ങനെ ഇവിടെ വെക്കാം. അങ്ങനെ ഈ ജനറേറ്ററിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ അല്ലേ? ഓ, നമുക്ക് ഈ പസിലും ചെയ്യണം. ഓക്കെ, 1 2 3. ഇനി നമുക്ക് 2 ഫ്യൂസും കൂടെ തപ്പണം. ആ 2 ഫ്യൂസ് നമുക്ക് ഇവിടെയും വെക്കണം. ഓക്കെ, ഫ്യൂസ് ഇല്ല. ആവശ്യമുള്ള 2 ഫ്യൂസ് അങ്ങനെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഗൈസ്. നോട്ട് വേടാ. കളപ്പട്ടി അവിടെ വന്നടാ. അവൻ അവിടെ പോയി നോക്കുന്നടാ. കറക്റ്റ് എനിക്ക് പോകേണ്ട സ്ഥലം. 1 2. അതും അങ്ങനെ ഇട്ട് ഇനി സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, സ്റ്റാർട്ടാവടാ. അയ്യോ, തെറ്റായിരുന്നു ഗൈസ്. സ്റ്റാർട്ടാവടാ. ഊച്ചാളി വേണ്ടി സ്റ്റാർട്ടാവാൻ തോന്നില്ല ഗൈസ്. സ്റ്റാർട്ടാവടാ. അത് തന്നെ, സ്റ്റാർട്ടായിക്കോണം മര്യാദ. അങ്ങനെ സ്റ്റാർട്ടാവടാ. ഓക്കെ, ഇത് തെറ്റിക്കല്. അങ്ങനെ തന്നെ സ്റ്റാർട്ടായി. അങ്ങനെ രണ്ടാമത്തെ ജനറേറ്റർ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ഞാൻ. ഒരു ഫ്യൂസ് ഞാൻ ഇവിടെ ഇട്ട് ഊറ്റി ഇറ പെട്ടെന്ന് പെട്രോള്. വരുന്നതിന് മുമ്പ് പെട്രോളും കൂടെ എടുത്തു പോകണം, അല്ലെ ചത്തു. ഇങ്ങോട്ട് വാ. ഇവിടെ ഒരെണ്ണം വയ്ക്കാനുണ്ട്. ഇവിടെ ഫ്യൂസ് ഇരിപ്പുണ്ടോ അറിയില്ല, നോക്കണം. 11 അവിടെ ഞാണ്ട്. അടുത്ത ഫ്യൂസ് ഇതെടുത്തോളാം. ഞാൻ ഈ പെട്രോൾ ഒഴിച്ച് കഴിഞ്ഞ് എടുത്തോളാം. എൻ്റെ ക്യാമറ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. പോകുന്നതിന് മുമ്പായിട്ട് ക്യാമറ ഇവിടെ നിന്ന് എടുക്കണം. ഇവിടെ ഫ്യൂസെല്ലാം വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഈ ഒരു ഫ്യൂസ് ഞാൻ ഇവിടെ നിന്ന് എടുത്ത് അങ്ങനെ ഒരു ഫ്യൂസ് എടുത്ത് അത് ഇവിടെ തന്നെ വെക്കാനാ. ഇവിടെ തന്നെ വെച്ചേക്കാം. ക്യാമറ കൊണ്ടുപോവാം. എന്തായാലും ഇൻവെൻറ്ററി ഒരു സ്പേസ് ഉണ്ട്. അതെ, ഫ്യൂസ്. ഒരു ഫ്യൂസ് കിട്ടി. ബാറ്ററി. ഇവിടെ ഒരു ഫ്യൂസ് വെച്ചായിരുന്നു. ഇപ്പം രണ്ടാമത്തെ ഫ്യൂസ് ഇവിടെ വെച്ച് അങ്ങനെ ഇനി പെട്രോൾ എടുത്താൽ മതി. അതെനിക്ക് ഇവിടെ നോക്കണം. അവൻ അങ്ങോട്ട് പോകുന്നുണ്ടാകുന്നു. ഇല്ല, ഇവിടെ വരുന്നുണ്ടാകുന്ന രണ്ടും നോക്കണം. വെയിറ്റ്. കിട്ടുന്ന ചാൻസ് മുതലെടുക്കണം. ഈ ഗ്യാസ് പോലും എന്താടാ കൈ വരാത്തേ? നമ്മൾ തന്നെ കൈ വെച്ചെടുക്കണം. ഓക്കേടാ, ഇനി ഇത് ഓണാക്കിയാൽ മതി. ഇനി ഒരെണ്ണം കൂടെ ഉള്ള നമുക്ക്. സ്റ്റാർട്ടായില്ല. തെറ്റിച്ചടാ വീണ്ടും. സ്റ്റാർട്ടാടാവൂല്ലേ. അപ്പോൾ ഇതുവരെയായിട്ട് വീഡിയോക്ക് ലൈക്ക് അടിക്കാത്തവരുടെ ലൈക്ക് അടിച്ചാൽ സബ്സ്ക്രൈബ് പിന്നെ ബെല്ലൈക്കണും കൂടെ ഓണാക്കി ഹൈപ്പ് ചെയ്യുക ഗൈസ്. നമ്മൾ ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ആയിട്ട് വരുന്നതാണ്, ശനി ഞായർ മാത്രം. ഓക്കെ, അത് ഓണായടാ. ഇവിടെ ഫ്യൂസ് ഉണ്ടോ? ഇത് ലൈറ്ററാണോ ഫ്യൂസാണോ? ലൈറ്റർ. എനിക്ക് ഫ്യൂസാ വേണ്ട. ലാസ്റ്റ് ചെയ്യാനും കൂടെ കിട്ടിയടാ. എനിക്ക് നീ ഫ്യൂസ് കിട്ടിയാൽ മതി. ഫ്യൂസ് എവിടെ ഇരിക്കണം എന്നാണ് ഡൗട്ട്. ഞാൻ ഇതിനകത്ത് ഓൾറെഡി 2 ഫ്യൂസ് വെച്ചിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടില്ല. ശരി, ഞാൻ 2 വെച്ചിട്ടുള്ള ഇവിടെ. ഒരെണ്ണം കൂടെ ചെയ്യണം. വന്നാലവൻ രണ്ടും കളിപ്പിച്ച് ചെയ്യുക. സൗണ്ട് ദൂരത്ത് നിന്ന് കേൾക്കുന്നത്, അതുകൊണ്ട് ഞാൻ ചെയ്യുവാടാ. അതും കൂടെ അങ്ങനെ എടുത്ത് 2 ഗ്യാസ് ഫ്യൂൾസ്. ഇവിടെ എല്ലാം ഉണ്ടാ.
ഇല്ല. ഓ, ഒരു ഫ്യൂസ് എവിടെ ഇട്ടിട്ടുണ്ടെന്നല്ലേ? ഒരെണ്ണം തപ്പിയാൽ ഇടിച്ചാൽ മതി. ഇവിടെ വെക്കാം. ഇനി ഒരു ഫ്യൂസ് കൂടെ കണ്ടുപിടിക്കണം. അത് ഇനി എവിടെ നിന്ന് ഇട്ടു? ആ ഫ്യൂസ് എവിടെ നിന്ന് കിട്ടും? ചോദ്യം ഈസ് ദാറ്റ്. ചാടുള്ള ബട്ടൺ തന്നിട്ടുണ്ട്, എന്തിനാന്നറിയില്ല. തേങ്ങി വഴിയില്ല. ഓ ചത്തടാ. ചാൻസ് ഇല്ല തോന്നുന്നു. പ്ലീസ്. റൗണ്ട് സേഫായി. ഇപ്പൊ എന്തായാലും തൽക്കാലം ഫ്യൂൾ ഒഴിച്ചേക്കാം, വെറുതെ കൈ കൊണ്ട് നടക്കണ്ട. ഫ്യൂൾ ഗ്ലിച്ചടിച്ച് അത് പോയാ? അത് ഇവിടെ ഒന്നും ഇല്ല. നോക്കിയിട്ട് എനിക്ക് കിട്ടുന്നില്ല. അതിവിടെ എനിക്കതിവിടെ നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല. മെഡിക്കിറ്റ് 2 അൺലിമിറ്റഡാ? ഒരെണ്ണത്തിന് തന്നെ 3 കിട്ടി ഗൈസ്. ജയിച്ചടാ ഫ്യൂസ് കിട്ടി. എനിക്കറിയില്ല ഗൈസ് എങ്ങനെ കിട്ടിയെന്ന്, ബട്ട് എന്നാലും കിട്ടി. അവിടെയൊക്കെ നേരത്തെ നോക്കിയപ്പോൾ ഇല്ലായിരുന്നടാ, ഇപ്പോൾ ഇവിടുന്ന് ജനറേറ്റ് ആയി. ഞാൻ പോണേ. കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഫ്യൂസ് കിട്ടി. ഇത് ലാസ്റ്റ്. ഓക്കെ, 3, 2, 1 ലെറ്റ്സ് ഗോ. പവർ ഓൺ ആടാ. ലെവൻ ഇങ്ങോട്ട് വരുന്നുണ്ടാകുന്നൊരു ഡൗട്ടുണ്ട്. ഓക്കെ, അങ്ങോട്ട് ഓടിക്കോ. ലെറ്റ്സ് ഗോ. ജയിച്ചടാ, ജയിച്ചേ. ഏതാ പുറത്തോട്ടുള്ള വഴി? ഏതാടാ? മെഡിക്കിറ്റ് കിട്ടി. ഹെൽത്ത് ഇല്ലായിരുന്നു, സോറി. മെഡിക്കിറ്റ് ഇട്ടുകൊണ്ട് രക്ഷപ്പെട്ട്. ലോക്കാടാ അത്. വഴി അങ്ങോട്ടാടാ, പുറത്തോട്ടുള്ള. ഇങ്ങോട്ടാണ്. ഇങ്ങോട്ട് തന്നെ. ഇനി അങ്ങോട്ടാ? 2 വഴിയുണ്ട്. ഇങ്ങോട്ടൊരു വഴിയുണ്ട്. ദേ ഇവിടെ പുതിയ ഡോർ. എന്തിപ്പോ ഇവിടെ സംഭവിച്ചേ? കളി തീർന്നില്ലേ? വാട്ട് ദ ഹാക്ക് ബ്രോ? ഡേ What are you doing, bro? തീർന്നില്ലടാ കളി. ഇനി എങ്ങോട്ടാണാവോ? എടാ, നമുക്ക് എന്തായാലും ഇവിടെ ചെന്ന് നിർത്താം. എനിക്ക് വയ്യാടെ ഇനി കളിക്കാൻ. ഇത് ലോകം എനിക്കറിയൂല. നമുക്ക് ഇതിൻ്റെ അടുത്ത പാർട്ട് അടുത്ത വീഡിയോ ഇടാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ എന്നിരിക്കും. ടാറ്റാ ബൈ. അപ്പോൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചെയ്യുക, പിന്നെ ഹൈപ്പും കൂടെ ചെയ്തേക്ക്. ബൈ.